അടിച്ചാലേ പറയുള്ളൂ ഇവള്. എന്നെ അടിക്കരുത്. പറ എന്താണ് കാര്യം? അച്ഛൻ പറഞ്ഞിട്ട് വിളിച്ചാ. അച്ഛൻ എന്തിനു പറഞ്ഞു? അച്ഛൻ എന്തിനു പറഞ്ഞു? അത് നാത്തും പറഞ്ഞത് തന്നെ. കാശ് എന്തിനാണ്, കാശിന് ആവശ്യമുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിട്ട്. അയ്യോ, ഉണ്ടെങ്കിൽ അച്ഛൻ എടുത്ത് കൊടുത്തായിരുന്നു. അതുകൊണ്ടല്ല, അത്യാവശ്യമാണെങ്കിൽ ചേട്ടൻ കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാനോ? അയ്യോ, എന്റെ അച്ഛൻ ഇത്ര വലിയ നന്മപരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നന്മമരൊന്നും അല്ല. അതെന്താന്നറിയോ, നാത്തൂസ് ഇനിയും ചെന്നിട്ട് മറ്റേ ബേബി ഇല്ലേ, ബ്ലേഡ് ബേബി, പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാ പുള്ളി വന്ന് അച്ഛനെ പോറിയാലോ എന്ന് മേടിച്ചിട്ട് അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും എന്നെ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കായിരുന്നാ മതി. പിന്നെ മേലെ നീ എന്റെ അച്ഛനെ ബ്രോന്ന് വിളിച്ചോണ്ടല്ലോ. വിളിക്കൂല നാത്തു. ഓടി. ഞാൻ സത്യമായിട്ട് സഹായിക്കാം. ചേട്ടനെന്താ പറ്റി? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ നാട്ടിലൊരു ജോലി കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടല്ലേ. അമ്മ വിഷമിക്കണ്ട അമ്മ, അച്ഛനടച്ചോളും പലിശയൊക്കെ. അല്ലെങ്കിലും ഇനിയിപ്പോ അത് തന്നെ നടക്കുള്ളൂ. ബ്ലേഡ് ബേബിയോട് പൈസ മേടിക്കാൻ പോകുന്നത് എന്തായാലും നന്നായി. പേടിച്ചിട്ട് ഇവിടുത്തെ അച്ഛനെങ്കിലും അടച്ചോളും. അത് ശരിയാണ്. ഇല്ലെങ്കിൽ അങ്ങേരെ അമ്മയൊന്നും ചെയ്യൂലായിരിക്കും. എന്നെ അങ്ങനൊന്നും ചെയ്യൂലായിരിക്കും അല്ലേ? അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല. അഥവാ അവര് വരുവാണെങ്കിലേ ചിറ്റപ്പനെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ശരിയാട്ടോ, ചിറ്റപ്പൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഡാമേജ് ഒന്നും പറ്റത്തില്ല. നാത്തു കൂട്ടാണോ? കൂട്ടാണോ? പ്ലീസ് ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അച്ഛൻ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടല്ലേ. പിന്നെ പേടിക്കണ്ട, അവിടുന്ന് അങ്കിളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലേ തന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? പിന്നെ സത്യം പറഞ്ഞാ അച്ഛൻ എന്തിനാ ഈ പൈസ ചോദിച്ചെന്ന് എനിക്കും അറിയത്തില്ല. ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യത്തിന് പൈസ ചോദിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാന്ന് ചോദിക്കാൻ ഞാനും മറന്നുപോയി. അങ്ങനെ ചോദിക്കാൻ പാടില്ല, അതൊക്കെ മോശമല്ലേ. അത് പോട്ടെ. പിന്നെ ജോലിക്കാരി എന്തായി? ഒറ്റ എണ്ണം അടുപ്പിക്കണല്ലോ അപ്പച്ചി. എടി, അത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടാ. അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ജോലി കിട്ടിയാനെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നാത്തൂനെ പോലെ യോഗ്യത ഇവിടെ വേറെ ആർക്കാളെ? നിന്റെ പ്രാക്കോണ്ടാണോ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തുവാ നാത്തൂനെ, ഞാൻ അങ്ങനെ ചെയ്യുവോ? ചുമ്മാടി, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചേട്ടത്തി, അപ്പൊ ഇങ്ങനെ ബ്ലേഡ് എടുക്കാൻ തന്നെ തീരുമാനം? ആടാ, അത് തന്നെയാ നല്ലത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതാകുമ്പോ നമ്മളെങ്ങാനും അടയ്ക്കാൻ മറന്നു പോയാലേ അച്ഛൻ അടച്ചോളൂല്ലോ ഇവിടുന്ന് പേടിച്ചിട്ട്. അത് ശരിയാ, നമുക്ക് പുള്ളിക്കാരൻ വരുമ്പോ എവിടെയും കയറി പമ്മിയിരിക്കാം. അത് നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ. നീ നാളെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ഈ ബ്ലേഡ് ബേബിയുടെ അടുത്ത് പോയിട്ട് പൈസ മേടിക്കൂ. ഞാനിപ്പോ എങ്ങനെ ഈ ബ്ലേഡുകാരുടെ വീട്ടിലൊക്കെ പോകുന്നത്? അതിനകത്ത് ഞാൻ നേരെ ബ്ലേഡ് ബേബിയുടെ പൈസ മേടിച്ച് വിശേഷം മാമനെ കൊണ്ട് കൊടുത്തിട്ട് വരാം. ചേട്ടത്തി ഒന്നും അറിയണ്ട. നീയും കൂടെ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്നാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ ചേട്ടത്തിയമ്മ വലുത്. ചേട്ടത്തിയമ്മ വലുത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞാൻ ഒരു വിധത്തില് പൈസ റെഡിയാക്കിയിട്ടുണ്ട്. വൈകിട്ട് കൊടുത്തുവിടാം. ഞാൻ സുമേഷിന്റെ കയ്യിൽ കൊടുത്തുവിടാം. ഞാൻ ഇന്നലെ കിടന്നപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, എന്താ അത്യാവശ്യം എന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഞാനത് ചോദിക്കാനും വിട്ടുപോയി. എന്തോ ഇരിക്കുമ്പോ വിറയ്ക്കുന്ന കസേരയോ, മസാജിങ് ചെയറോ? അച്ഛൻ എന്താ കുഴപ്പം? ഇതിന്റെ പേരിൽ ഞാൻ ഇവിടെ കിടന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ഇവിടെ ആരെങ്കിലും അറിഞ്ഞ എന്നെ കൊല്ലും. ഇതിപ്പോ എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഞാനിവിടെ എന്തേലും പറഞ്ഞോളാം. ചേട്ടത്തി അമ്മയെ പോലെ കണ്ടതിനുള്ള വരായി മുതുകത്ത് കിടക്കുന്നേ. പൈസ വേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ട് പോരെ അങ്ങേരോട് വിളിച്ച് പറയാൻ. എടാ, ഞാൻ അറിഞ്ഞോ നീ രാവിലെ തന്നെ പൈസ മേടിക്കാൻ ബ്ലേഡിന്റെ അടുത്ത് പോകുന്ന? എന്റെ മുതുവേ, അണ്ണാന്റെ മുതു കണക്കാന്ന് നോക്ക്. ഇല്ലടാ, അണ്ണാന് 3 വരെയല്ലേ ഉള്ളൂ. ഇത് 5, 6, 7, 8 എണ്ണം ഉണ്ട്. എന്റെ മുതു